ഇനി നമുക്ക് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ചെറുള്ളി ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അതും കൂടി ചതച്ചത് എല്ലാം ചതച്ചിട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു തിരി തേങ്ങ പീസ് അത് ചുട്ടെടുത്തിട്ടുണ്ട്, അതും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യമൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് കുരുമുളകും, ഇത്ര മതി. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ്റെ കൂടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് ചിക്കൻ വേഗണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ എന്താ പറയുക, ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഡ്രൈ ആയിപ്പോയി, കാരണം ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ഗ്രേവി, ഒരിത്തിരി ഗ്രേവി ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ ഇത് സേമിയയുടെ ഉപ്മാവിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്.